ഹലോ, ഇന്ന് നമ്മുടെ കുഞ്ഞുണ്ണിയുടെ പിറന്നാളാണ്. സോറി, കുഞ്ഞുണ്ണിയല്ല, ഞുണ്ണുണ്ണി. അവൻ അവനെ തന്നെ വിളിക്കുന്നത് ഞുണ്ണുണ്ണി എന്നാണ്. അങ്ങനെ രാവിലെ തന്നെ കുഞ്ഞുണ്ണിയെ ഒരുക്കാനുള്ള വലിയ അംഗമെല്ലാം കഴിഞ്ഞ് ഞാനും പതുക്കെ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ 3 പേര്, ഞാനും കുഞ്ഞുണ്ണിയും പിന്നെ ചേച്ചിയും, ഞങ്ങൾ 3 പേരും കൂടാണ് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പായസത്തിനുള്ള ഒരു പാത്രമൊക്കെ ആയിട്ട് ഞുണ്ണുണ്ണി അമ്മൂമ്മയോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്ന കണ്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയെയും കൂട്ടി ഞങ്ങൾ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിൽ പോയി. അങ്ങനെ സരസ്വതി നടയിലും ഒക്കെ തൊഴുത് കാണിക്കവഞ്ചിയിൽ കാണിക്കുകയൊക്കെ ഇട്ട് കുഞ്ഞുണ്ണിത എല്ലായിടത്തും പോയി തൊട്ട് തലയൊക്കെ വെച്ച് നല്ല മിടുക്കം കൂട്ടനായിട്ട് പോകുന്നത് കേട്ടോ. ഇടയ്ക്ക് ആശാനൊന്ന് ബ്രേക്ക് ഇടുന്നുണ്ട് കേട്ടോ, നല്ല മിന്നുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള കുഞ്ഞി ചേച്ചിമാരെ കാണുമ്പോഴത്തേക്കും. അതിനിടയ്ക്ക് എങ്ങാനും കൈവിട്ടു പോയി ഒരൊറ്റ ഓട്ടമാണ്. അങ്ങനെ ചേച്ചി ഓടിച്ചിട്ട് പിടിച്ചു. ഇനിയും അധികം നേരം ഇവനെ കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ആരോഗ്യത്തിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് പതുക്കെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ആശാൻ അവിടെ സ്റ്റേജിലും എല്ലാം കയറി ചാട്ടോ ഓട്ടോ എന്തൊക്കെയോ നടത്തി. പിറന്നാളല്ലേ കരുതി ഞങ്ങളും അങ്ങനെ ക്ഷമിച്ചു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആശാന ചിന്തിക്കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേ പറ്റൂ, അത് മേടിച്ചു. അങ്ങനെ വീട്ടിലെത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടിയൊക്കെ കളിച്ചു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ആശാൻ പതുക്കെ എണീറ്റ് ഉണ്ണിമുണ്ടുമൊക്കെ എടുത്ത് മമ്മ ഉണ്ണാനായിട്ടിരുന്നു. കുറച്ച് മമ്മ കൊണ്ട് കഴിഞ്ഞപ്പോൾ ആശാൻ്റെ മടുത്തു. ഇനിയിപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് അലറുക. ഈ വിളക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊതി കെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആശാൻ പല തവണ ഊതി നോക്കി. പിന്നെ ടി വിയിലൊരു പാട്ട് കേട്ടപ്പോൾ അതിനനുസരിച്ച് തുള്ളാനും തുടങ്ങി. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ വാനിൻ്റെ സൗണ്ട് കേട്ട് കുഞ്ഞുണ്ണി ഓടിച്ചെന്നു. ചേട്ടനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അകത്തോട്ട് വിളിച്ചോട്ട് വരികയും ഒക്കെ ചെയ്തു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്. നന്ദീസ് കേക്ക് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ കേക്ക് ഓർഡർ ചെയ്തത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഒരു സൺഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് പതുക്കെ കേക്ക് കട്ടിങ് ഒക്കെ നടത്തി. പിന്നെ അമ്മൂമ്മയുടെ വക മോതിരം, അച്ഛൻ്റെ വക വണ്ടിയും അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വക ഡ്രസ്സും അപ്പച്ചിയുടെ വക സൈക്കിളും ഒക്കെയായി കുഞ്ഞുണ്ണിക്ക് ലോട്ടറി. പക്ഷേ ഇതൊക്കെ കണ്ട് ചങ്കു പൊട്ടി ഒരാൾ കരയുന്നുണ്ടായിരുന്നു, അപ്പുണ്ണി. അവനെ ഒരുവിധം ആശ്വസിപ്പിച്ചപ്പോൾ അടുത്തയാൾ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തുടങ്ങി. ഈ കരച്ചിൽ മാറ്റാൻ ഞാൻ കുറേ പേർക്കും. അപ്പോൾ ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം ഇത്രയേ ഉള്ളൂ. ബൈ.